മനസ്സിലായോ? ഇത് നൂറ് കാര്യങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ചാനലിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. 32 വർഷം ചെർളായി ഡിവിഷനിലെ കൗൺസിലറായിരുന്നു ശ്യാമള എസ് പ്രഭു. ഇത്തവണ BJP സീറ്റ് നൽകാത്തതിൽ ശ്യാമള എസ് പ്രഭു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ശ്യാമള എസ് പ്രഭു നമ്മോടൊപ്പമുണ്ട്. എന്താണ് പാർട്ടി വിടാനുണ്ടായ ഒരു കാരണം എന്താണ്? ഞാൻ 1988 മുതൽ 2015 വരെ 6 തവണ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച വ്യക്തിയാണ്. അപ്പോൾ 3 തവണ ജനറൽ സീറ്റിലും 3 തവണ റിസർവേഷൻ സീറ്റിലുമാണ് ഞാൻ ജയിച്ചത്. ഞാൻ ലാസ്റ്റ് ടേമിൽ, അതായത് 2015 ഞാൻ മത്സരിക്കുമ്പോൾ എനിക്കൊരു റിബൽ സ്ഥാനാർത്ഥി ഉണ്ടായി പാർട്ടിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതെനിക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കി. അതിനുശേഷം ഞാൻ മത്സരിച്ചു. എൻ്റെ കൂടെ ധാരാളം പ്രവർത്തകരുണ്ടായി. ഞാൻ ജയിച്ചു. അതൊരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ തരണം ചെയ്ത് വന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ 2020 തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എനിക്ക് തോന്നി ആരെങ്കിലും മത്സരിച്ചോട്ടെ, ചെറുപ്പക്കാരെങ്കിലും മത്സരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിന്നു. അപ്പോൾ ഒരു ഋഗ്രാം ജയ്പൈ എന്ന് പറഞ്ഞിട്ട് ഒരാൾ മത്സരിച്ചു, അയാൾ ജയിച്ചു. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് റിബലായിട്ട് രംഗത്ത് വന്നവരെ സ്ഥാനാർത്ഥിയാക്കാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. അതിവിടുത്തെ ജനമൊക്കെ എതിർത്തു. അതിനുശേഷം റിബലായിട്ട് നിന്നവരുടെ ഡെമ്മി സ്ഥാനാർത്ഥിയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് അവർ. പിന്നെ കൂടാണ്ട് ഡെമ്മി സ്ഥാനാർത്ഥിയുടെ ഭർത്താവ്, അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചതും എന്നെ ദ്രോഹിച്ചതും ഇതൊക്കെയാണ്. അയാളാണ് ഇപ്പോൾ രംഗത്തുള്ളത്. അപ്പോൾ ജനത്തിനിത് സഹിക്കുന്നില്ല. അവർ ചോദിക്കേണ്ടത് നിങ്ങൾക്കെതിരെ നിന്നവർ നിങ്ങളെന്താ മിണ്ടാണ്ടിരിക്കണം, നിങ്ങൾ മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ടിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്, ഉത്തരവാദിത്തമുള്ളവർ, അവർക്ക് സീറ്റ് കൊടുത്തോട്ടെ, കുഴപ്പമില്ല, ഞാൻ മത്സരിക്കുന്നില്ല, ഇവർക്ക് കൊടുക്കരുത്. അപ്പോൾ ഞാൻ ജില്ലാ പ്രസിഡൻറ്റിനോട് അത് പറഞ്ഞു. അവരും മാറിക്കോട്ടെ, ഞാനും മാറാം. പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തമുള്ളവർ, അവിടെ കത്ത് കൊടുത്തവർ, ഒരുപാട് നാളായ ഒരു പാർട്ടിയിൽ, അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. പക്ഷെ അവർക്ക് കൊടുത്തില്ല. ഇവർക്ക് വാശി പിടിച്ച് ഇവർക്ക് എന്നെ കൊടുത്തു. അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയായിട്ട് അവിടെ നിലനിൽക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ മാറിയതിന് ശേഷം ഇവർ ആരും തന്നെ എനിക്ക് ഒരു ഇതും ചെയ്യാറില്ല, ഒരു പരിഗണന എനിക്കില്ല. അവഗണന അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മീറ്റിങ്ങിന് വിളിക്കാറില്ല. ഈവൻ വാർഡ് സഭയിൽ അങ്ങനെയുള്ളവരൊക്കെ ഉൾപ്പെടുത്താം, ഒന്നും ചെയ്യാറില്ല, ഒന്നിനും വിളിക്കാറില്ല. പക്ഷേ എനിക്കത് പ്രശ്നമല്ല. ഞാനതൊന്നും മൈൻഡ് ചെയ്യാണ്ട് എൻ്റേതായിട്ടുള്ള ഇതും കൊണ്ട് ഞാൻ നടക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒക്ടോബർ 17 ഒരു 300 പേര് കോൺഗ്രസിൽ നിന്ന് BJPയിലോട്ട് വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ അനുഗ്രഹിക്കണം, ഞാൻ ആശീർവദിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഏതായാലും പോവാം, ഒരു പരിപാടിയല്ലേ നമ്മളുടെയൊക്കെ തന്നെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഓരോരുത്തരെയായിട്ട് ഇത് ചെയ്യുന്നില്ല, ഞാനവിടെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ പോയി. എന്നെ കണ്ടത് ഇപ്പോഴുള്ള പ്രാദേശിക നേതൃത്വത്തിലുള്ള ആൾക്കാർക്ക് ഒട്ടും സഹിച്ചില്ല, മനസ്സിലായോ? അവർ വാക്കൗട്ട് നടത്തി. അതിന് വേറൊരു കാരണം ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന വക്താവ് ബഹുമാനപ്പെട്ട ശ്രീ ശിവശങ്കരൻ ചേട്ടൻ അവിടെ വന്നു. അദ്ദേഹം ഞാൻ അവിടെ ഇരിക്കണം, വേദിയിൽ ഇരിക്കണം, ഇവിടെ ഇരിക്കണമുണ്ടപ്പോൾ, താഴെ ഇരിക്കണമുണ്ടപ്പോൾ എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു വാ മുകളിലിരിക്കാമെന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കാമെന്ന്. ഇല്ല വരണമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ സ്വാഗതം ചെയ്തോട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്വാഗതം പറഞ്ഞു. ഞാൻ മുകളിൽ പോയിരുന്നു. ആ മുകളിൽ പോയി ഇരുന്നത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവർ വാക്കൗട്ട് നടത്തി. അത് പത്രത്തിൽ വന്ന് അതൊരു വലിയ സംസാര വിഷയമായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോഴും ഞാൻ പറഞ്ഞു എന്നോടിങ്ങനെ കാണിച്ച് ഞാൻ മറക്കാം, അതിലൊന്നും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് സീറ്റ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ തന്നെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകരുണ്ടായിരുന്നു, മിട്ടാച്ചേരി മണ്ഡലത്തിൻ്റെ. അവരിന്നാൾ അവർക്ക് കൊടുത്തില്ല സീറ്റ്. അടുത്ത ഡിവിഷനിൽ വേറെ ഒരാളെ കൊണ്ട് എതിർത്തി. അപ്പോൾ അവർ റിസൈൻ ചെയ്തു. പിന്നെ ഇപ്പോൾ ഉള്ള ആൾക്കാരുണ്ട്, അവരിൽ കുറേ പേരുണ്ട്. ഞങ്ങൾ പറഞ്ഞു അവരുടെ പേര്, ഇതൊന്നും ചെയ്യില്ല. അവർക്ക് തോന്നിയ ആൾ, അതായത് ഈ റിബലായിട്ട് നിന്നവരുടെ ഡെമ്മി സ്ഥാനാർത്ഥിയാണ്. അവരാണെങ്കിൽ ഇവിടെ ഒന്നല്ല, അവർ വേറെ കണ്ടാണ് താമസിക്കുന്നത്. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഇതിപ്പോൾ ഇങ്ങനെയായി, നമ്മൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ല, അങ്ങനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഒരു കാരണം. പിന്നെ ഞാനിപ്പോൾ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനപിന്തുണ വളരെയധികം ഉണ്ട്. പോയ സ്ഥലങ്ങളിലൊക്കെ അവർ പറയുന്നുണ്ട് ഞങ്ങൾ വോട്ട് ചെയ്യും, ഞങ്ങൾ ജയിപ്പിക്കും എന്നാണ് പറയുന്നത്. ഈ സംസ്ഥാന നേതൃത്വത്തെ ഇത്തരത്തിലുള്ള ആശങ്കകളും പ്രശ്നങ്ങളൊക്കെ അറിയിച്ചിരുന്നു, അവരുടെ ഭാഗത്ത് നിന്നുള്ളൊരു പ്രതികരണം? അത് ഞാൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു, നേരിട്ട് പോയി കണ്ട് രാജീവ് ചന്ദ്രശേഖർജിയുടെ അടുത്ത് പറഞ്ഞിരുന്നു. അദ്ദേഹം ഞാൻ നേരിട്ട് കണ്ടപ്പോഴാണ്
ഞാൻ സ്റ്റേജിലിരിക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചിട്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരാളുണ്ടോ, ഞാൻ 6 തവണ ഇനിയും മത്സരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കതൊരു പ്രചോദനമായി അങ്ങേരിങ്ങനെ പറഞ്ഞപ്പം. പിന്നെ ഞാനിത് ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ലെറ്റർ എഴുതിയിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അവരതൊന്നും കൂട്ടാക്കിയില്ല. ഇതുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണോ, പാർട്ടിയിൽ നിന്നും പൂർണ്ണമായി വിടാൻ തന്നെയാണോ? അതെ, വിടാനാണ് തീരുമാനിക്കുന്നത്. കാരണം ഞാൻ സ്വതന്ത്രമായിട്ട് മത്സരിക്കുമ്പോൾ ഇനി അങ്ങനെ ചെയ്യണമല്ലോ, ചെയ്യാതെ വേറെ നിവൃത്തിയില്ലല്ലോ എനിക്ക്. ആദ്യഘട്ടങ്ങളിലൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നൊരു അഭ്യൂഹങ്ങളൊക്കെ കേട്ടിരുന്നു. അത്തരത്തിലുള്ള ആരെങ്കിലും സമീപിക്കുക? ഇല്ല, അതൊക്കെ അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. അത് വെറുതെ ഇതിൽ ടി വിയിലൊക്കെ വാർത്ത വന്നു എന്നല്ലാണ്ട് ഞാൻ ആരോടും ഞാൻ മത്സരിക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു പാർട്ടിയിലും മത്സരിക്കും. ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു, 2020-കാർ, ഇ-പേയുടെ ആൾക്കാർ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇവിടെ ജനപിന്തുണയുണ്ട്, ഞാൻ ഒരു സ്ഥലത്തും ആരോടും പോകണ്ട, ഞാൻ ജനങ്ങളുടെ പിന്തുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും, ഞാനിവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞു. പാർട്ടിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഇനി ശ്രമമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെയാണ്. ഇപ്പോഴാ ഇത് കഴിഞ്ഞതിന് ഇത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിയാന്ന് നോമിനേഷൻ പിൻവലിക്കണ ദിവസമായിരുന്നു. ഇന്നലെ ചിഹ്നം കിട്ടി. ആ സമയങ്ങളിലൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെ മാറുന്നേ? പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലെ ഈ നോമിനേഷൻ പിൻവലിക്കാനുള്ള അവസാന ദിവസവും അനുനയ ശ്രമങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ സ്വമനസാലെയാണ് ഞാൻ റിസൈൻ ചെയ്തിരിക്കുന്നത്. ചെയ്യണമല്ല, നമ്മളൊരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ പാർട്ടിക്കൊരു ഇതുണ്ടാവാൻ പാടില്ല. ഏത് രീതിയിലാണ് അനീതിക്കെതിരെയാണ് ഞാൻ പൊരുതുന്നത്. അനീതി ഒരിക്കലും വെച്ച് പൊറുപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല, മനസ്സിലായോ? ഇത് 100 കാര്യങ്ങളുണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ചാനലിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. ഈ അനീതിക്കെതിരെയാണ് എൻ്റെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്നത്. ആരൊക്കെയാണ് ഇപ്പോൾ, പ്രത്യേകിച്ചും ഈ ജില്ലാ നേതൃത്വത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു, ആരൊക്കെയാണ് ഈ ഒരു പ്രശ്നങ്ങൾക്ക് പിന്നിൽ എന്നുള്ളതിനെ സംബന്ധിച്ച്? അല്ല, ഞാൻ അവരുടെ പേരൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്യണ്ടല്ലോ, എന്തിനാ അതിലേക്കൊക്കെ പോണത്? ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു ശിവകുമാർ കമ്മത്തുണ്ട്, പിന്നെ ഇവിടെ മത്സരിച്ച കൗൺസിലർ ഉണ്ട് മത്സരിച്ച് ജയിച്ച കൗൺസിലർ, പിന്നെ ബാക്കി 2-3 പേരുണ്ട്. 5 പേരാണ് ഇവർ. ഞാൻ അതിലേക്കൊന്നും പോണില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് ആരെയും ആക്ഷേപിക്കണത് എനിക്കിഷ്ടമാണ്. പക്ഷേ എനിക്ക് ഫീൽ ചെയ്തത്, എൻ്റെ പ്രവർത്തകർക്ക് ഫീൽ ചെയ്തത്, ഞാൻ ഈ നോമിനേഷൻ പിൻവലിക്കുന്ന ദിവസം ഞങ്ങൾ ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് എടുത്തത്. അവിടെ ഇരുന്നപ്പോൾ ഒരു 100 പേരാണ് പ്രവർത്തകർ വന്നത്. അവിടെ പിൻവലിക്കരുത്, ഒരിക്കലും പിൻവലിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഏത് രീതിയിലാണ് നിലവിലെ പ്രചാരണങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്? ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു പിന്തുണ എത്രത്തോളം? തീർച്ചയായിട്ടും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല പിന്തുണയുണ്ട്. ഇപ്പം നമുക്ക് പുതിയതായിട്ട് ഒരു ഏരിയ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലാണ് ഇന്നലെ മിനിയാന്നൊക്കെ പോയത് 2 ദിവസം. കാരണം ഇവിടെ ഉത്സവത്തിൻ്റെ തിരക്കായതുകൊണ്ട് അവിടെ പോയപ്പോഴും അവർക്കൊക്കെ വളരെ സ്വീകാര്യമാണ്. അവർ പറഞ്ഞാൽ എൻ്റെ പേര് കേട്ടിട്ടുണ്ട്, ഞങ്ങൾ പല വേദികളിലും എന്നെ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെയൊക്കെ പൂർണ്ണ സമ്മതമാണ്, ഞങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം, ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യണം, അതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു അതൊക്കെ എൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് പറഞ്ഞു. 32 കൊല്ലം കൗൺസിലറായിരുന്നു. അപ്പോൾ ഇനി ഒരു മത്സരത്തിലേക്ക് പോകുമ്പോൾ എന്തിലും ഊന്നിയായിരിക്കും പ്രചാരണങ്ങളും, അതുപോലെ തന്നെ എന്തായിരിക്കും അടുത്ത നിലവിൽ മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്? അല്ല, അത് ഈ വികസന പ്രവർത്തനങ്ങൾ തന്നെ. വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് അവരോട് ചോദിച്ച് മനസ്സിലാക്കി 1 by 1 എഴുതി അത് ഓരോന്നായിട്ട് പരിഹരിച്ച് കൊടുക്കണം. അതാണ് എൻ്റെ ഒരു ആവശ്യം. പ്രത്യേകിച്ച് പിന്നെ പാർപ്പിട പ്രശ്നങ്ങൾ ഞാൻ കുറേ പരിഹരിച്ചിട്ടുണ്ട്. ഒരു 100-100 വീടുകൾ ഞാനുള്ള സമയത്ത് പണിത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളും കുറച്ച് പ്രവർത്തകരും കൂടിയിട്ട് ഒരു 2 വീട് വേറെ ഒരു സ്ഥലത്ത് പണിത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പാർപ്പിട പ്രശ്നമാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള. അതെല്ലാം നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. കുടുംബശ്രീ വഴിക്കാണെങ്കിലും അവരുടെ സഹകരണം എല്ലാം ഉണ്ട്. ഇവിടെ ഹോമിയോ ഡിസ്പെൻസറി, ആരോഗ്യ കേന്ദ്രം, പിന്നെ വാർഡ് സഭാ കേന്ദ്രം, പിന്നെ ഹെൽത്ത് സെൻറ്റർ, പാർക്ക്, കമ്മ്യൂണിറ്റി ഹാള്, ഇതെല്ലാം ഞാൻ പണിത് കൊടുത്തിട്ടുണ്ട്. അംഗനവാടി, ഇതെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആവശ്യമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്തായാലും ശ്യാമള എസ് പ്രഭു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പ്രചാരണങ്ങളും കാര്യങ്ങളുമൊക്കെ കൃത്യമായി സജീവമായി നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ലിഡിയ ജേക്കബ്, മീഡിയ 1, കൊച്ചി.